അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് 5 വയസ്സ് വരെ എന്ന് പറയപ്പെട്ട അൺകണ്ടീഷണൽ ലവ് എപ്പോഴും ബേസിക് ആയിരിക്കണം. അതായത് എൻ്റെ കുട്ടിക്ക് 20 വയസ്സോ 25 വയസ്സോ 30 വയസ്സോ എത്ര തന്നെ പ്രായമായാലും നീ എന്ത് ചെയ്തിട്ട് വന്നാലും നിന്റെ കുറ്റം കൊണ്ട് തന്നെ ആയിക്കോട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് അൺകണ്ടീഷണൽ ലവ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പാരന്റ് ഉണ്ട് എന്നുള്ളതാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര ഏജ് ആയിക്കോട്ടെ, എത്ര പ്രായമായാലും അവർക്ക് ഭയങ്കര വലിയ സപ്പോർട്ടായിരിക്കും അത് അവരുടെ ഭാവി ജീവിതത്തിൽ. ജീവിതകാലം മുഴുവൻ അവർക്ക് എന്ത് പ്രശ്നങ്ങളെ നേരിടാനും ഈ ഒരു അൺകണ്ടീഷണൽ ലവ് മാത്രം മതിയാവും. എവിടെ അടി തെറ്റിയാലും പിടിച്ചു നിൽക്കാൻ, എവിടെ പരാജയപ്പെട്ടാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ, അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് അവരുടെ ജീവിതകാലത്തിൽ അവൻ്റെ പാരന്റ് അവർക്ക് നൽകിയിട്ടുള്ള ഈ അൺകണ്ടീഷണൽ ലവ് മാത്രം മതിയാവും. എവിടെയും അവൻ പതറില്ല, അവൻ വിജയിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും പല സെഷനുകളിലൊക്കെ, കൗൺസിലിംഗ് സെഷനുകളിലൊക്കെ കാണാറുണ്ട്. പല പാരന്റും പറയും, ഞാൻ കുട്ടികളെ വളരെ അമിതമായിട്ട് സ്നേഹിച്ചു, ഞാൻ അവന് അത് വാങ്ങിക്കൊടുത്തു, ഇത് വാങ്ങിക്കൊടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. പക്ഷെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ പറയാറുള്ളത്, എൻ്റെ ഉമ്മയ്ക്ക് അല്ലെ എൻ്റെ അച്ഛന് അല്ലെ എൻ്റെ അമ്മക്ക് അല്ലെ എൻ്റെ ഉപ്പക്ക് എന്നോട് സ്നേഹമില്ല, ഞാൻ എന്ത് ചെയ്താലും അവർക്ക് കുറ്റമാണ്, ഞാൻ എന്ത് ചെയ്താലും അവർ എന്നോട് ദേഷ്യപ്പെടും. ഈ ഒരു രീതിയിലാണ് പലപ്പോഴും കുട്ടികൾ നമ്മോട് പറയാറുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ ആസ് എ പാരൻ്റ് എന്ന നിലയിൽ കുറേയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്ന് കരുതി അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്താലും അവർക്കത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഒരു കാരണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട എന്ന് തന്നെയാണ്, വേറൊന്നും പറയില്ല. അതിൻ്റെ റീസൺ അവരുടെ നോർമൽ മൈൻഡിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആസ് എ പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. ദേഷ്യപ്പെട്ടാലും അതന്നെ. പലപ്പോഴും നമ്മളൊക്കെ വളരെ സൗണ്ട് എടുത്തിട്ട് വീടുകളിൽ നിന്ന് സംസാരിക്കും. ഇതാണ് പലപ്പോഴും കുട്ടികൾ പുറത്തു പോയാൽ അനുകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നമ്മുടെ കുട്ടികൾ പുറത്തുപോയി വളരെ ബഹളം വെച്ച് ചില സമയത്തൊക്കെ മറ്റുള്ള കുട്ടികളുമായി സംസാരിക്കുന്നതും, അല്ലെങ്കിൽ ഉറക്കെ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ നമ്മളുമായിട്ട് തന്നെ ചില എന്തെങ്കിലും ചെറിയ നിസാരമായ പിണക്കത്തിനൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ അവരെടുത്തെടുക്കുന്ന അതേ സൗണ്ട് അവർ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ പാരൻറ്റിങ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങളൊക്കെ ക്ലാസ് കേൾക്കുക. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ഇതിൻ്റെ തുടർച്ചയെന്നോണം ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുക എന്ന് ഞാൻ പറഞ്ഞു. ഈ ഫ്രണ്ട്ഷിപ്പ് ഏത് രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിച്ച് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. താങ്ക് യു. മൂന്നാമത്തെ പ്രായം എന്ന് പറയുന്നത് 10 മുതൽ 15 വയസ്സ് വരെയാണ്. അതിൽ നമ്മൾ കൊടുക്കേണ്ടത് വാലിഡേഷനാണ്. എന്താ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ, ഈ 10 വയസ്സ് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്കൊരു 10 വയസ്സ് കഴിഞ്ഞു എന്ന് കരുതുക. ഈ 10 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഹോർമോൺ ചേഞ്ചസ് വരാൻ തുടങ്ങുക കുട്ടികളിൽ. അപ്പോൾ അവർ പലപ്പോഴും കാര്യമില്ലാതെ ദേഷ്യപ്പെടും, കാര്യമില്ലാതെ സങ്കടപ്പെടും, വെറുതെ ഒരു ഭാഗത്തിരുന്ന് പിണങ്ങിയിരിക്കും, അല്ലെങ്കിൽ പലതരത്തിൽ നമുക്കവരെ മനസ്സിലാക്കാനേ സാധിക്കില്ല. നമുക്ക് തന്നെ തോന്നും, എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് എന്ന് വിചാരിക്കും നമ്മൾ, അല്ലേ? ഈ പ്രായത്തിൽ അവരുടെ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാരന്റ് ചെയ്യേണ്ടത്. അവരുടെ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഇവിടെ നമ്മൾ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യാതെ വരുമ്പോൾ അത് നമുക്ക് ധിക്കാരമായിട്ടും, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് മറ്റു ചിലതിലേക്ക് തെറ്റായ വഴികളിലേക്കൊക്കെ പോകാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളുടെ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യാൻ നമുക്കൊരു പാരന്റ് എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. ശേഷം 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആകെ കൊടുക്കേണ്ടത് ഫ്രണ്ട്ഷിപ്പ് മാത്രം.
നമ്മുടെ മരണം വരെ നമ്മുടെ മക്കൾക്ക് ഫ്രണ്ട്സ് ആയിരിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. പക്ഷെ ഈ പറയപ്പെട്ടതുപോലെ ഏത് നമ്മൾ 5 വയസ്സ് വരെ അൺകണ്ടീഷണൽ ലവ്, ശേഷം 5 മുതൽ 10 വയസ്സ് വരെ റോൾ മോഡൽ ആവുക, ശേഷം 10 മുതൽ 15 വയസ്സ് വരെ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യുക, 15-ന് ശേഷം ഫ്രണ്ട്ഷിപ്പ് ആവുക. ഇതിലേതെങ്കിലും വിട്ടുകൊണ്ട് മറ്റേത് ചെയ്തിട്ട് കാര്യമില്ല. അഥവാ ഇപ്പോൾ ഉദാഹരണത്തിന് 5 വയസ്സ് വരെ നമ്മൾ ഫൗണ്ടേഷൻ അൺകണ്ടീഷണൽ ലവ് ആണ്. ഇത് നമ്മളൊരു 5 വയസ്സ് വരെ എന്നല്ല അതിൻ്റെ അർത്ഥം. 5 വയസ്സ് വരെ നമ്മൾ അൺകണ്ടീഷണൽ ലവ്, അവരെ നിരുപാധികം സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അടിത്തറ പാകുന്നുണ്ട്. ആ അടിത്തറ പാകുന്നത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. 15, 20, 30 വയസ്സായാലും നമ്മൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് കൊടുക്കാതെ നമ്മൾ റോൾ മോഡൽ ആയതുകൊണ്ട് കാര്യവുമില്ല. റോൾ മോഡലും അൺകണ്ടീഷണൽ ലവും കൊടുക്കാതെ നമ്മൾ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യാൻ പോയത് കൊണ്ടും കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ഒത്തിണങ്ങി വരണം. ഇവിടെയും പലർക്കും പല സംശയങ്ങളുണ്ടാവും. എൻ്റെ മോന് 15 വയസ്സായിട്ടില്ലേ, ഇനി ഞാൻ എന്താ ചെയ്യാം? അവിടെയും നമുക്ക് ചെയ്യാനുണ്ട്. തിരുത്തേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തിരുത്തുക തന്നെ ചെയ്യണം. 5 മുതൽ 10 വരെ നമ്മൾ അവർക്ക് റോൾ മോഡൽ ആയിരിക്കണം. ഒരു പാരന്റ് എന്ന നിലയിൽ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തായിരിക്കണം? ഒരു റോൾ മോഡൽ ആയിരിക്കണം. എന്തെല്ലാം സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമ്മളിലും ഉണ്ടായിരിക്കണം. എന്തെല്ലാം സ്വഭാവങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിലും ഉണ്ടാവാൻ പാടില്ല. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാണ് അവർ പഠിക്കുന്നത്, അല്ലാതെ നമ്മൾ എന്ത് പറയുന്നു എന്ന് കണ്ടിട്ടല്ല. അമേരിക്കയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായിട്ടുള്ള ജെയിംസ് ബാർഡിന്റെ ഒരു വാക്കുകളുണ്ട്: കുട്ടികൾ നിങ്ങളെ കേൾക്കുന്നില്ല, അവർ നിങ്ങളെ അനുകരിക്കുകയാണ്. ഈ വാക്ക് എത്രമാത്രം അർത്ഥവത്തായ വാക്കുകളാണെന്നറിയാം. അപ്പൊ നമ്മളൊരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ ഒരാളോട് ബഹുമാനത്തോടു കൂടെ പെരുമാറുന്നത് കണ്ടാൽ അവരും, നമ്മുടെ കുട്ടികളും ബഹുമാനത്തോടു കൂടി അവരോട് പെരുമാറും. നമ്മൾ ഒരാളെ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ അവരും ദേഷ്യപ്പെടും. അപ്പൊ നമ്മളൊരു രക്ഷിതാവ് എന്ന നിലയിൽ റോൾ മോഡലായി നിന്നാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഒന്നുകൂടി എടുത്തു പറയാം. നമ്മുടെ കുട്ടികളിൽ എന്തെല്ലാം സ്വഭാവങ്ങൾ ഉണ്ടാകണം അതൊക്കെ നമ്മളിലും ഉണ്ടാവണം. ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരായിട്ടുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. അത് കണ്ടായിരിക്കണം നമ്മൾ മക്കൾ വളരേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകളും പാലിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്ന് വളരെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടായിരിക്കണം നമ്മൾ മക്കൾ വളരേണ്ടത്. എല്ലാ രീതിയിലും ഓരോന്നും എടുത്തു നോക്കിയാൽ, ഒരു വീട് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്നുള്ള ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് എപ്പോഴും നമ്മൾ റോൾ മോഡലായിരിക്കണം. നമ്മുടെ കുട്ടികൾ നമ്മൾ കേൾക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അനുകരിക്കുകയാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, അത് നമ്മൾ മറന്നു പോകരുത്. അവർക്ക് നമ്മൾ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡലായിരിക്കണം.